നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഫെർണാണ്ടോ ഡിനിസിനെ പുറത്താക്കി. ഇക്കാര്യം ഇപ്പോൾ CBF ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫെർണാണ്ടോ ഡിനിസ് ഒരു കെയർടേക്കർ മാനേജറായിട്ടാണ് യഥാർത്ഥത്തിൽ നിയമിക്കപ്പെട്ടിരുന്നത്. ടിറ്റെ പടിയിറങ്ങിയ ഘട്ടത്തിൽ ആഞ്ചലോട്ടി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ആഞ്ചലോട്ടി വരുന്ന കാലഘട്ടം വരെ, ആ ഒരു സമയം വരെ കെയർടേക്കർ മാനേജറിൻ്റെ റോളിലാണ് ഫെർണാണ്ടോ ഡിനിസ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അതേ സമയത്ത് തന്നെ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസിൻ്റെയും പരിശീലകനായിരുന്നു. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് പോലെയായിരുന്നു കാര്യങ്ങൾ പോയത്. എന്നാൽ ഇനി ഈ കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരു ഫുൾ ടൈം മാനേജർ വേണം, ആഞ്ചലോട്ടി വരില്ല. ആ ഒരു നീക്കത്തിലേക്ക് CBF പോകുമ്പോൾ ഫെർണാണ്ടോ ഡിനിസിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇപ്പം ബ്രസീലിൻ്റെ ഫുട്ബോൾ ഫെഡറേഷൻ CBFൻ്റെ പ്രസിഡൻ്റായിട്ട് എഡ്നാൾഡോ റോഡ്രിഗസ് തിരികെ എത്തിയിട്ട് അദ്ദേഹം ആദ്യം എടുത്ത തീരുമാനമാണ് ഫെർണാണ്ടോ ഡിനിസിനെ പുറത്താക്കുക എന്നുള്ളത്. CBF ഒഫീഷ്യലായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിലവർ പറയുന്നത് ഒരു മുഴുവൻ സമയ കോച്ച് വേണം എന്നുള്ള കാര്യം ഇപ്പോൾ CBFൻ്റെ പ്രസിഡന്റ് ഫ്ലുമിനൻസിൻ്റെ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. മാരിയോ ബിറ്റൻകോട്ടിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഫ്ലുമിനൻസിൻ്റെ കൂടി കോച്ചാണല്ലോ ഫെർണാണ്ടോ ഡിനിസ്. അപ്പം ഇനി അദ്ദേഹത്തെ ബ്രസീൽ ടീമിന് വേണ്ട എന്നുള്ളത് അറിയിക്കുകയാണ്. അത് വ്യക്തമായിട്ട് അറിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ ഡിസിഷൻ കോച്ച് ഫെർണാണ്ടോ ഡിനിസിനെയും അറിയിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് റീസൺ എന്ന്. ഒരു ഡെഫിനറ്റീവ് കോച്ചിനെ, ഒരു പെർമനൻറ്റ് കോച്ചിനെ ചൂസ് ചെയ്യണം. അതിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് പ്രസിഡന്റ് അറിയിച്ചു കഴിഞ്ഞു. പിന്നെ CBF ഫെർണാണ്ടോ ഡിനിസിന് അദ്ദേഹത്തിൻ്റെ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫെർണാണ്ടോ ഡിനിസിനെ ഒഴിവാക്കി. ഇനി ആര് വരും ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഡൊറിവാൾ ജൂനിയർ അവരുടെ കോച്ചായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ സാവോപോളോയുടെ കോച്ചാണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ മുഴുവൻ സമയ കോച്ചാക്കിയിട്ട് ബ്രസീൽ ടീമിൻ്റെ കോച്ചാക്കിയിട്ട് CBF നിയമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും ഫെർണാണ്ടോ ഡിനിസ് മികച്ച കോച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് അത്ര മികച്ച പ്രകടനമായിരുന്നില്ല അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീൽ 6 കളികൾ കളിച്ചിട്ട് അതിൽ 2 മത്സരങ്ങളാണ് വിജയിച്ചത്. 1 കളി സമനില, 3 കളികൾ പരാജയപ്പെട്ടു. എന്തായാലും ബ്രസീൽ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഫെർണാണ്ടോ ഡിനിസിനെ പുറത്താക്കുന്നു. പുതിയ കോച്ചിനെ അധികം വൈകാതെ CBF പ്രഖ്യാപിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.